നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലാ കളക്ടറുടെ എ സ്റ്റെപ്പ് ദ്യുതി പ്രോഗ്രാമിന്റെ ഭാഗമായി 373 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. പി ചിത്തരഞ്ജൻ MLA സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാതയിൽ ഉണ്ടാകുന്ന നിരന്തര വീഴ്ചകളെ സംബന്ധിച്ച് കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തുമെന്ന് KC വേണുഗോപാൽ MP. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിന് ADM ആശാ C. എബ്രഹാം നേതൃത്വം നൽകി. CPM-ഉം SDPI-യും തമ്മിൽ രാഷ്ട്രീയ അന്തർധാരയുണ്ടാക്കിയതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ്. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാടൻ സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് അമ്പലപ്പുഴ MLA H. സലാം. കുട്ടനാടൻ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ജില്ലാ കളക്ടറുടെ എ സ്റ്റെപ്പ് ദ്യുതി പ്രോഗ്രാമിന്റെ ഭാഗമായി 373 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. പി ചിത്തരഞ്ജൻ MLA സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയായ എ സ്റ്റെപ്പ് 2 ദ്യുതി പ്രോഗ്രാമിന്റെ ഭാഗമായി പഠനത്തിൽ മികവ് തെളിയിച്ച 373 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ചിത്തരഞ്ജൻ MLA സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ADM ആശാ C. എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷയായി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വിലയിരുത്തലിലൂടെയാണ് അർഹരായ കുട്ടികളെ കണ്ടെത്തിയത്. ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചേർത്തല, ആലപ്പുഴ, കുട്ടനാട്, മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലകളിലെ DEOമാരുടെ കീഴിലുള്ള സ്കൂളുകളിൽ നിന്നുള്ള 91 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നേരിട്ട് വിതരണം ചെയ്തു. ബാക്കിയുള്ള 282 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുക ചെക്കുകളായി ബന്ധപ്പെട്ട AEOമാർ വിതരണം ചെയ്യും. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മുന്നേറ്റവും മത്സര പരീക്ഷാ പ്രാവീണ്യവും ഉറപ്പിക്കുന്നതിനായി സ്റ്റുഡൻസ് ഇന്നവേറ്റീവ് പ്രോഗ്രാം എന്ന പേരിൽ 3 ഘട്ടങ്ങളായി മത്സര പരീക്ഷകൾ സംഘടിപ്പിച്ചു. ഈ പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് കേരള ബാങ്കിന്റെ സഹകരണത്തോടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. വേനൽപ്പാടം എന്ന പദ്ധതിയിലൂടെ ജില്ലയിലെ കുട്ടികളുടെ കായികക്ഷമത ഉയർത്തുന്നതിന്റെ ഭാഗമായി 2 ഘട്ടങ്ങളിലായി സ്പോർട്സ് കിറ്റുകളും വിതരണം ചെയ്തിരുന്നു. ആലപ്പുഴ ലിയോ ടെന്നീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ DD എഡ്യൂക്കേഷൻ ശ്രീലത, ഉഷ വെങ്കടേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ജില്ലാ വിമുക്തി മിഷൻ കോർഡിനേറ്റർ അഞ്ജു S. റാം വിമുക്തി ക്ലാസ് നയിച്ചു. ശശികുമാർ ബാങ്കിംഗ് ക്ലാസും KYLA അംഗം അഷ്ടമി സന്തോഷ് മോട്ടിവേഷൻ ക്ലാസും നയിച്ചു. ദേശീയപാതയിൽ ഉണ്ടാകുന്ന നിരന്തര വീഴ്ചകളെ സംബന്ധിച്ച് കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത വിഷയത്തിലെ നിരന്തര വീഴ്ചകൾ സംബന്ധിച്ച് ഗൗരവകരമായി ചർച്ച ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതായി KC വേണുഗോപാൽ MP പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും ദേശീയപാതയിൽ വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, സുരക്ഷാ വീഴ്ച നിർബന്ധമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് സ്വീകരിക്കേണ്ട കാര്യമായിട്ടാണ്. ഇന്നിപ്പോൾ ചർച്ചയുണ്ടായിരുന്നു. ROയും PD-യും ഒക്കെ തന്നെ പങ്കെടുത്ത ചർച്ചകളിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളിത് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ശ്രീ പ്രേമചന്ദ്രനും വളരെ ശക്തമായിട്ട് പാർലമെന്റ് സമ്മേളനത്തിൽ കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷയുമായ പ്രശ്നം, കൊല്ലത്തെ തകർച്ച, കൂരിയാടെ തകർച്ച, ഇന്നലെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്, കാസർഗോഡ് എല്ലാം തകർച്ച ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്, ഒരു സുരക്ഷാ പരിശോധന കാര്യമായിട്ട് നടത്താൻ പോവാണ് കേരളത്തിലെ റോഡുകളിൽ. അപ്പോൾ ഇന്ന് RO അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 8 ഗ്രൂപ്പുകളായിട്ടുള്ള സുരക്ഷാ പരിശോധന NH-66 നടക്കുകയാണ്. അപ്പം മണ്ണ് പരിശോധന ഉണ്ടാകും കാര്യമായിട്ട്. എവിടെയെങ്കിലും ഈ സാധാരണഗതിയിലുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ താങ്ങാവുന്ന രീതി അല്ല എന്ന് കണ്ടാൽ അവിടെയൊക്കെ പില്ലർ ഹൈവേ പില്ലർ സ്ട്രക്ചർ ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ ദിവസവും കഴിയും തോറും ദേശീയപാതകളിൽ വിള്ളലുകളും അപകടവും പതിവാകുന്നു. ദേശീയപാതയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഗൗരവകരമായ തീരുമാനം കൈക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചു. ഇത് സംബന്ധിച്ച് ഉന്നതതല ഉദ്യോഗസ്ഥരുമായി താനും കൊല്ലം MP NK പ്രേമചന്ദ്രനും ചർച്ച നടത്തി. ചർച്ചയിൽ വിവിധ ജില്ലകളിൽ ദേശീയപാതയിൽ ഉണ്ടായ തകർച്ചയെ സംബന്ധിച്ച് ഗൗരവകരമായി ചൂണ്ടിക്കാണിച്ചുവെന്നും അതിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ പരിശോധന നടത്തുമെന്ന് അറിയിച്ചതായും KC വേണുഗോപാൽ MP പറഞ്ഞു. 8 ഗ്രൂപ്പുകളിൽ ആയിട്ടുള്ള സംഘമാണ് പരിശോധനയ്ക്ക് കേരളത്തിലേക്ക് എത്തുന്നതെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ ADM ആശാ സി എബ്രഹാം നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ADM ആശാ സി എബ്രഹാം നേതൃത്വം നൽകി. ധനകാര്യം സ്ഥിരം സമിതിയിലേക്ക് കരുവാറ്റ ഡിവിഷനിൽ നിന്നുള്ള അനില രാജു, PR ജ്യോതി ലക്ഷ്മി, ബിനി ജെയിൻ, CV രാജീവ് എന്നിവരെയും വികസന സ്ഥിരം സമിതിയിലേക്ക് ജ്യോതിമോൾ, ജോൺ തോമസ്, മഞ്ജു വിജയകുമാർ, അഡ്വക്കേറ്റ് നിതിൻ ചെറിയാൻ, വിജയശ്രീ സുനിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. പൊതുമരാമത്ത് സ്ഥിരം സമിതിയിലേക്ക് ലിഷ അനുപ്രസാദ്, അഡ്വക്കേറ്റ് R രാഹുൽ, G കൃഷ്ണകുമാർ, B രാജലക്ഷ്മി, ജെയിംസ് ചീങ്കുത്തറ എന്നിവരെ തെരഞ്ഞെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് KK ജിസ്മി, AR കണ്ണൻ, അഡ്വക്കേറ്റ് R റിയാസ്, S രാധാകൃഷ്ണൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്ക് അംബുജാക്ഷി ടീച്ചർ, T വിശ്വനാഥൻ, രാജേഷ് വിവേകാനന്ദ, ബബിത ജയൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി V പ്രദീപ് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ മാസം 9 രാവിലെ 10:30 സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും അധികൃതർ പറഞ്ഞു. CPM-ഉം SDPI-യും തമ്മിൽ രാഷ്ട്രീയ അന്തർധാര ഉണ്ടാക്കിയതായി DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-ഉം SDPI-യും തമ്മിലുണ്ടാക്കിയ രാഷ്ട്രീയ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴ നഗരസഭയിലെ സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ SDPI CPIM-ന് വോട്ട് ചെയ്തതെന്ന് DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് പറഞ്ഞു. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് തികഞ്ഞ ഒരു രാഷ്ട്രീയ അന്തർധാരയാണ് പുറത്തു വരുന്നത്. ന്യൂനപക്ഷ ഭീകരതയും തീവ്രവാദത്തെയും ഭൂരിപക്ഷ തീവ്രവാദത്തെയും ഒരുപോലെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ്, അതായത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായിട്ട് കൗൺസിലർമാർക്ക് കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും BJP-യുമായിട്ടോ SDPയുമായോ അലയൻസ് ഉണ്ടാക്കി നമുക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജയിക്കേണ്ടെന്നാണ് പറയുന്നത്. CPM ഇത് പുറമേ എന്ന് പറയുന്നു, ഞങ്ങൾക്ക് SDPയുമായി ബന്ധമില്ല, BJP-യുമായി ബന്ധമില്ല, ഹിന്ദു വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുന്നു എന്ന് പുറമേ അവരത് പറയുകയും അവര് തമ്മിലുള്ള അന്തർധാര ഇതുപോലെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വർഗീയ സംഘടനകളുമായി അവർ ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് നഗരസഭയിലെ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP-യുമായോ SDPI-യുമായോ യാതൊരു അലയൻസും വേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. എന്നാൽ CPIM BJP-യുമായും SDPI-യുമായും ബന്ധമില്ല എന്ന് പറയുകയും മറുവശത്ത് എല്ലായിടത്തും അവരുമായി അന്തർധാര സജീവമാണെന്നും ആ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴ നഗരസഭയിലെ 2 സ്ഥിരം സമിതിയിലേക്ക് SDPI CPIM-ന് വോട്ട് ചെയ്തതെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. വർഗീയ ശക്തികളുമായി CPIM-ന് കൂട്ടില്ല എങ്കിൽ കിട്ടിയ വോട്ട് വേണ്ടെന്ന് വെക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കുട്ടനാടൻ സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് അമ്പലപ്പുഴ MLA സലാം പറഞ്ഞു. കുട്ടനാടൻ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് പ്രദീപ് കുട്ടാല ചടങ്ങിൽ അധ്യക്ഷനായി. നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള പൈതൃകവും സംസ്കാരവും നിലനിർത്താനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണമെന്നും കുട്ടനാടൻ സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നത് നാം ഓരോരുത്തരുടെയും കടമയായി കാണണമെന്ന് അമ്പലപ്പുഴ MLA സലാം അഭിപ്രായപ്പെട്ടു. ജനുവരി 1 മുതൽ പള്ളാത്തുരുത്തി ദർശനപുരം അങ്കണത്തിൽ സംഘടിപ്പിച്ചു വന്ന കുട്ടനാടൻ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കുട്ടനാടിന്റെ എല്ലാ പ്രത്യേകതകളെയും പുതിയ തലമുറയിലേക്ക് കൺവേ ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു സുപ്രധാനമായ കാര്യമായി കണക്കിലെടുക്കണം. അതൊരു ജീവിത സംസ്കാരമായി നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു വെക്കുക എന്നുള്ളത് ഇന്ന് ജീവിക്കുന്ന നമ്മൾ മുതിർന്ന ആളുകളുടെ ഒരു ഉത്തരവാദിത്വമായി ചുമതലയായിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് പറയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ അങ്ങനെ അത് പങ്കുവെക്കപ്പെടുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും തിരക്കുപിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സമയം തികയാതെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അത് നമ്മുടെ ഒരു ടോട്ടൽ ലൈഫിലേക്ക് നോക്കിയാൽ കാണാം, വീടിന്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം, വീടിനകത്തേക്ക് ലൈഫ് നോക്കിയാൽ കാണാം, സൊസൈറ്റിയിലേക്ക് നോക്കിയാൽ കാണാം. നമ്മുടെ സമൂഹത്തിൽ ഒരു തലമുറയെ നോക്കിയിട്ട് എന്തെങ്കിലും നെഗറ്റീവായ ഒരു കാര്യം വരുമ്പോ ഈ തലമുറ കുഴമ്പ് പിടിച്ച തലമുറയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ പറയുക. പഴയ കുട്ടികളെ പോലും ഇപ്പോഴത്തെ കുട്ടികൾ
കുട്ടനാട് ഇന്റഗ്രൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ജയൻ ചേർത്തല, പ്രമോദ് വെളിയനാട്, നസീർ പുന്നക്കൽ, PM കുര്യൻ, ബേബി പാറക്കാടൻ, കെ ലാൽജി, പ്രേംസായി ഹരിദാസ്, ജോസ് അക്കരക്കളം, റോജസ് ജോസ്, ജോസ് മാത്യു പുപ്പള്ളി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചലച്ചിത്ര താരം ജയൻ ചേർത്തലയ്ക്ക് കലാശ്രേഷ്ഠ പുരസ്കാരം H. MLA സമ്മാനിച്ചു. ചലച്ചിത്ര താരവും നാടക നടനുമായ പ്രമോദ് വെളിയനാടിനെയും ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കളക്ടറുടെ എ സ്റ്റെപ്പ് ദ്യുതി പ്രോഗ്രാമിന്റെ ഭാഗമായി 373 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. PP ചിത്തരഞ്ജൻ MLA സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാതയിലുണ്ടാകുന്ന നിരന്തര വീഴ്ചകളെ സംബന്ധിച്ച് കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തുമെന്ന് KC വേണുഗോപാൽ MP. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിന് ADM ആശാ C. എബ്രഹാം നേതൃത്വം നൽകി. CPM-ഉം SDPI-യും തമ്മിൽ രാഷ്ട്രീയ അന്തർധാരയുണ്ടാക്കിയതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ്. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാടൻ സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് അമ്പലപ്പുഴ MLA H. സലാം. കുട്ടനാടൻ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.